രഞ്ജിത്തെ, കോഴിക്കോട്ട് മഴ പെയ്യുന്നു അല്ലേ? അതെ അതെ, മഴ പെയ്യുന്നുണ്ട്. രാവിലെ തൊട്ട് മഴയാണ്. വലിയ കനത്ത മഴ എന്ന് പറയാൻ സാധിക്കില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തു പോകുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കുറേ പേര് ചോദിക്കുന്നു മഴയുടെ മുന്നറിയിപ്പ് കണ്ടില്ലേ? രഞ്ജിത്ത് കുടയും പിടിച്ച് നിൽക്കുന്നത്. ചെറിയ ചാറ്റൽ മഴയുണ്ട്, പലയിടങ്ങളിലും മൂടലാണ്, പല സ്ഥലങ്ങളിലുമുള്ളത്. ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, കരുതിയിരിക്കുക. ഇനി വരുന്ന 5 ദിവസവും കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, സമയം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. വിലവർദ്ധനയും അശാസ്ത്രീയമായ പുതിയ സമ്മാനഘടനയും ലോട്ടറി തൊഴിലാളികളെ അവതാളത്തിലാക്കിയിരിക്കുന്നു എന്നൊരു പ്രേക്ഷകൻ പറയുന്നു. ക്ഷമിക്കണം, ശരിയാണ്. സ്കൂൾ സമയമാറ്റത്തിൽ പിറകോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തീരുമാനം മാറ്റാൻ വേണ്ടിയല്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തുന്നത് എന്ന് പറയുന്നു. പ്രതികരണം കേൾക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 47 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒരു താല്പര്യമാണ് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയും. അതാണ് ഗവൺമെൻറ് നിലപാടെന്ന് പറയും. എന്നാൽ ഗവൺമെൻറ് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ വിശ്വാസത്തിനോ അവരുടെ പ്രാർത്ഥനയ്ക്കോ ഒന്നും നമ്മൾ എതിരില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ അക്കാഡമിക്കായിട്ടുള്ള മുന്നേറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരുമായ ഒരു ചർച്ചയ്ക്ക് ഇന്ന് ഞാൻ ജെഫ്രി തങ്ങളുമായിട്ട് സംസാരിച്ചു. അവരുമായുള്ള ചർച്ച തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല, ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അർജുൻ കല്യാട് ഉണ്ട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ് അർജുൻ. എന്തായാലും മന്ത്രി പറയുന്നത് തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല, സമയമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഇനി ഒരു പുനഃപരിശോധന ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ തീർച്ചയായി. ഇക്കാര്യം ഈ സമരം ചെയ്യുന്ന മദ്രസ അസോസിയേഷനെ ബോധ്യപ്പെടുത്തണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി സമയമാറ്റത്തെക്കുറിച്ച് ചർച്ചയില്ല, ബോധ്യപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അരുൺ, ഈ തീരുമാനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായും അല്ലെങ്കിൽ ഈ സ്കൂൾ സമയമാറ്റത്തിൽ എതിർപ്പ് ഉന്നയിച്ചവരുമായും ഒക്കെ നടത്തുന്നത് അത്തരമൊരു ചർച്ചയല്ല. പക്ഷേ ഈ കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ള നടപടി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തും. അവർക്കുണ്ടായിട്ടുള്ള ആശയക്കുഴപ്പം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച മാത്രമാണ് നടക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. കാരണം സാധാരണ രീതിയിൽ ഇങ്ങനെ മതസംഘടനകളൊക്കെ എതിർപ്പ് ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരുടെ സമ്മർദ്ദത്തിന് പലപ്പോഴും സർക്കാരുകൾ കീഴടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴെന്തായാലും ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിന് കീഴടങ്ങാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറല്ല. അതിന് പല ഉദാഹരണങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സമയക്രമം, വിദേശ രാജ്യങ്ങളിലുള്ള സമയക്രമം, അത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലാകെ തന്നെ ഒരു പരിഷ്കാരത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇത്തരം എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. പക്ഷേ അവരുടെ അഭിപ്രായത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ അവർക്ക് ഏത് രീതിയിലാണോ അല്ലെങ്കിൽ എവിടെയാണോ ആശയക്കുഴപ്പമുള്ളത് ആ ആശയക്കുഴപ്പം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു ചർച്ച എന്ന രീതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം സംഘടനകളുമായി ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. ഡോക്ടർ അരുൺ, താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അക്കാര്യത്തിൽ തീരുമാനമായി. സമയമാറ്റം സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നതേയില്ല, പകരം സമയമാറ്റം സാധ്യമല്ല എന്നുള്ള വിവരം സംഘടനകളെ അറിയിക്കാൻ വേണ്ടിയാണ് ചർച്ച. അതിനെ ചർച്ചയെന്നല്ല പറയുക, നമ്മൾ കാര്യങ്ങൾ അവരോട് വിശദീകരിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. സമയമാറ്റത്തിന് വേണ്ടിയല്ല, പകരം സമയമാറ്റം ഇനി ഉണ്ടാവില്ല എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ചർച്ചയെന്ന് മന്ത്രി പറഞ്ഞുകൂടി. അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നു. ഇതേ കാര്യത്തിൽ ആർക്കും സംശയമുണ്ടോ? ഒരു സംശയവും വേണ്ട.